നമസ്കാരം, ഞാൻ പൂജ വിജയൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. കൊലയാളിക്ക് കഠിന ശിക്ഷ. ചന്ദ്രബോസ് വധക്കേസിൽ പ്രതി മുഹമ്മദ് നിസാമിന് 24 വർഷം തടവും ജീവപര്യന്തവും വിധിച്ച് തൃശൂർ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി. 71,30,000 രൂപ പിഴ. ഇതിൽ 50 ലക്ഷം ചന്ദ്രബോസിന്റെ കുടുംബത്തിന് നൽകണമെന്നും കോടതി. ദേശീയ ശ്രദ്ധയാകർഷിച്ച കേസിൽ അന്തിമവിധി വന്നത് ചന്ദ്രബോസ് മരിച്ച് 1 വർഷം തികയാൻ 8 ദിവസം ബാക്കി നിൽക്കെ കള്ളസാക്ഷി പറഞ്ഞ നിസാമിന്റെ ഭാര്യ അമലിനെതിരെ കേസെടുക്കാൻ നിർദ്ദേശം. നിസാമിന് ലഭിച്ചത് പരമാവധി ശിക്ഷയെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ CP ഉദയഭാനു. 6 വകുപ്പുകളിൽ ലഭിച്ച ശിക്ഷകൾ പ്രതി പ്രത്യേകം അനുഭവിക്കണം. ശിക്ഷയിൽ പൂർണ്ണ തൃപ്തിയില്ലെന്ന് ചന്ദ്രബോസിന്റെ ഭാര്യ. ജയരാജൻ കുരുക്കിൽ. കതിരൂർ മനോജ് വധക്കേസിൽ P. ജയരാജൻ 25ാം പ്രതി. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്കെതിരെ UAPA നിയമപ്രകാരം CBI ചുമത്തിയത് ഗൂഢാലോചന കുറ്റം. റിപ്പോർട്ട് തലശ്ശേരി സെഷൻസ് കോടതിയിൽ. ചികിത്സയിലിരിക്കെ നടപടിയോട് പ്രതികരിക്കാനില്ലെന്ന് ജയരാജൻ. മനോജിന്റെ മരണത്തിൽ ജയരാജന് നേരിട്ട് ബന്ധമെന്ന് CBI. കൊലപാതകം ആസൂത്രണം ചെയ്തതും 1ാം പ്രതി വിക്രമനെ കൃത്യമേൽപ്പിച്ചതും ജയരാജനാണെന്നും അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട്. CBI നടപടി കേസിൽ ജയരാജനെ കുടുക്കാനെന്ന് പിണറായി. UAPA ചുമത്തിയത് ജാമ്യം കിട്ടാതിരിക്കാൻ. 3 ദിവസം കൊണ്ട് CBIക്ക് പുതിയ എന്ത് തെളിവാണ് ലഭിച്ചത്? കേസിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്നും പിണറായി വിജയൻ. വിടവാങ്ങി വിസ്മയ നടനം. വൈഭവത്തിന്റെ നടനമുദ്ര കൊണ്ട് ലോകവേദിയിൽ വിസ്മയം ചേർത്ത് മൃണാളിനി സാരാഭായി ജീവിതമുദ്ര മായ്ച്ച് വിടചൊല്ലി. മലയാളത്തിന്റെ മകളായി പിറന്ന് നൃത്തകലയിലൂടെ ലോകമെങ്ങുമുള്ള അരങ്ങുകളെ ആരാധനാപാത്രമാക്കിയ വിസ്തൃത നർത്തകിയുടെ വിയോഗം 97ാം വയസ്സിൽ അഹമ്മദാബാദിൽ. ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിന് ജാതകമെഴുതിയ വിക്രം സാരാഭായിയുടെ ഭാര്യയായ മൃണാളിനി നടനകലയുടെ നവരസങ്ങൾ ചേർത്തത് ഭരതനാട്യത്തിലും കഥകളിയിലും. സ്വിറ്റ്സർലൻഡിലും മഹാകവി രവീന്ദ്രനാഥ ടാഗോറിന്റെ ശിഷ്യയായി ശാന്തിനികേതനിലും പഠനം പൂർത്തിയാക്കിയ മൃണാളിനി നൃത്തവിദ്യാലയമായ ദർപ്പണയ്ക്ക് തുടക്കമിട്ട് അഹമ്മദാബാദിൽ അരങ്ങുറപ്പിച്ചത് 1948. രാഷ്ട്രം പത്മഭൂഷൺ, പത്മശ്രീ ബഹുമതികൾ നൽകി ആദരിച്ച് വിഖ്യാത നർത്തകിക്ക് ലോകത്തിന്റെ പ്രണാമം. പ്രതിഷേധം തണുപ്പിക്കാൻ. ഹൈദരാബാദ് സർവകലാശാലയിൽ ദളിത് വിദ്യാർത്ഥിയുടെ ആത്മഹത്യയെ തുടർന്നുണ്ടായ പ്രക്ഷോഭം തണുപ്പിക്കാൻ കേന്ദ്ര നീക്കം. രോഹിത് വെമുലയ്ക്കൊപ്പം സസ്പെൻഡ് ചെയ്ത 4 വിദ്യാർത്ഥികളെ തിരിച്ചെടുത്തു. തീരുമാനം ഇന്ന് ചേർന്ന സർവകലാശാല എക്സിക്യൂട്ടീവ് കൌൺസിലിൽ. നടപടി നിലവിലെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത്. ഹൈക്കോടതി വിധി അനുസരിച്ച് തുടർ നടപടികൾ തീരുമാനിക്കുമെന്നും വിശദീകരണം. വിദ്യാർത്ഥി സമരത്തിന് പിന്തുണ അറിയിച്ച് സർവകലാശാല ചീഫ് മെഡിക്കൽ ഓഫീസറുടെയും പരീക്ഷാ കൺട്രോളറുടെയും രാജി. സർവകലാശാല സന്ദർശിച്ച ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സർക്കാരിനെതിരെ ഉയർത്തിയത് ഗുരുതര ആരോപണങ്ങൾ. രോഹിത്തിന്റെ മരണത്തിന് കാരണക്കാരായ കേന്ദ്രമന്ത്രി ഭണ്ഡാരു ദത്താത്രേയെയും സ്മൃതി ഇറാനിയെയും പുറത്താക്കണമെന്നും ആവശ്യം. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തരകൻസ് റോയൽ ജ്വല്ലറി. പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം. സ്വർണം ഗ്രാമിന് 2480 രൂപ, പവൻ 19,840 രൂപ. വെള്ളി ഗ്രാമിന് 37.16 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് തരകൻസ് റോയൽ ജ്വല്ലറി. പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.